കാരണം മനാഫ് വിചാരിച്ച പോലെ യൂട്യൂബ് ചാനലും തുടങ്ങി. പിന്നെ മുസ്ലിംസ് ഒക്കെ കൂടിയിട്ട് അവന്റെ ചാനൽ അങ്ങ് റീച്ച് ആയി കൊടുത്തു. ഹിന്ദുക്കൾ എന്ത് വിഷയം വന്നു കഴിഞ്ഞാലും മുസ്ലിങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്. ഞാൻ മനാഫിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ഹിന്ദു കമ്മ്യൂണിറ്റി പെടുന്ന ഒരാളാണ്. ഞാൻ ഈ ലസിത പാലക്കലിനെ പോലുള്ള സംഘപരിവാർ എലമെന്റുകളാണ് നമ്മുടെ നാട്ടിൽ മനാഫിന്റെയും അർജുന്റെ ഫാമിലിയുടെയും പേരിൽ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി. ഇപ്പൊ എന്തെല്ലാം തരത്തിലുള്ള വർഗീയ വിദ്വേഷമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം തരത്തിലുള്ള ഇവരിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ ഇവരുടെ മുഖഭാവം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഹിന്ദു എന്നും മുസ്ലിം എന്നൊക്കെ പറയാൻ നേരത്തെ അവർക്ക് ഭയങ്കര വികാരം ഉണ്ടാവുകയാണ്. അതിൽ നിന്ന് ഒരു സന്തോഷം ഉണ്ടാവുകയാണ്. ഈ അർജുന്റെ ഫാമിലി മനാഫിനെതിരെ ഒരു പത്രസമ്മേളനം നടത്തിയതിനു ശേഷം പലതരത്തിലുള്ള വീഡിയോ ആണ് ലസിത പാലിക്കലിന്റെ യൂട്യൂബ് ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതുവരെ മിണ്ടാതിരുന്നവരൊക്കെ ഭയങ്കരമായ രീതിയിൽ സന്തോഷിക്കുന്ന തരത്തിലൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊരു വർഗീയപരമായി ഒരു വേർതിരിവിലേക്ക് വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം നമുക്കത് അവരുടെ വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നു. യഥാർത്ഥത്തിൽ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 70 ദിവസമാണ് അർജുനെ കാണാതിരുന്നത്. മലയാളികൾ എല്ലാവരും ഹിന്ദു എന്നോ ക്രിസ്ത്യാനെന്നോ മുസ്ലിം എന്നോ മതമില്ലാത്തവനെന്നോ വ്യത്യാസമില്ലാതെ നമ്മൾ അർജുനെയാണ് തെരഞ്ഞുകൊണ്ടിരുന്നത്. അർജുനിലേക്ക് എത്താൻ ആരുടെയും സഹായം നമ്മൾ കൈപ്പറ്റിയിരുന്നു. ഇപ്പൊ രഞ്ജിത്ത് ഇസ്രായേൽ വന്നു, ഈ ഈശ്വർ മാൽപേ വന്നു, അപ്പം ഇതുപോലെ തന്നെ മനാഫ് ഉണ്ടായിരുന്നു. അവിടെ ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പൊ ഈശ്വർ മാൽപ്പയുടെ കാര്യം പറയാൻ നേരം നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ മനുഷ്യൻ ആ കുത്തി ഒഴുകുന്ന പുഴയ്ക്കകത്ത് ഇറങ്ങിയ ഒരാളാണ്. അത് നമ്മൾ ലൈവ് കണ്ട ഒരാളാണ്. അയാളെടുത്തൊരു വർക്കുണ്ട്, ഹാർഡ് വർക്ക് ഉണ്ട്, അല്ലെങ്കിൽ റിസ്ക് ഉണ്ട്. അത് കണ്ടില്ലെന്ന് എങ്ങനെ നടിക്കും. ഇപ്പൊ മനാഫിന്റെ കാര്യം പറയുന്നു. മനാഫിനെ എല്ലാവരും ഒരു മുസ്ലിം അല്ലെങ്കിൽ ആ ഒരു മതത്തിന്റെ പേരിലാണ് ടാർഗറ്റ് ചെയ്യാനും മുദ്ര കുത്താനും ഒരു ടാഗ് ചെയ്യാനും ശ്രമിക്കുന്നത്. അതിനപ്പുറം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ലോറിയുടെ ഉടമസ്ഥൻ എന്നുള്ള രീതിയിൽ ഒരു ഫാമിലിയിലെ ലോറിയാണ്. അത് ചേട്ടൻ്റെ ആണോ അനിയൻ്റെ ആണോ അല്ലെങ്കിൽ മുതലാളി പുള്ളിക്കാരൻ തന്നെയാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഒരു ഫാമിലിയുടെ ലോറി, ആ വ്യക്തി അവിടെ എത്തിയില്ലേ? ആ പോലീസുകാരുമായി തർക്കിക്കുന്ന നമ്മൾ കണ്ടല്ലേ? ആ പോലീസുകാർ പിടിച്ച് തെള്ളുന്ന നമ്മൾ കണ്ടല്ലേ? ആ വ്യക്തി ഒരു ദിവസം അവിടെ പോയി നിന്നിട്ടുണ്ടെങ്കിൽ അയാളെ റെസ്പെക്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മളെല്ലാവരും കണ്ടതും കേട്ടതും എവിടെ ഇരുന്നാ? നമ്മുടെ വീട്ടിൽ ഇരുന്നിട്ടാണ്. ആ മഴ പെയ്യുന്നത് നമ്മൾ കണ്ടാണ്. ആ മഴ തന്നെ ഞാൻ മനുഷ്യൻ അവിടെ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഏറ്റവും ഒടുവിൽ ആ വെയിൽ കൊണ്ട് ആ മനുഷ്യൻ അവിടെ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അയാളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ മതം നോക്കിയല്ല ഇവിടെ നമ്മൾ സംസാരിക്കേണ്ടത്. മതം നോക്കിയല്ല. ഇപ്പോൾ യൂട്യൂബ് ചാനലിനെ പറ്റി പറയുന്നുണ്ട്. ആ കൂടി അതിനകത്തുള്ള ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. 10,000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനൽ അത് മോണിറ്റൈസ് പോലും ചെയ്തിട്ടില്ലെന്നാണ് അതിനകത്ത് പറഞ്ഞത്. അപ്പോൾ എന്ത് വരുമാനം കിട്ടുമെന്ന് നിങ്ങൾ പറയുന്നു? അപ്പം മാധ്യമ ശ്രദ്ധ തിരിച്ചു പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആദ്യമൊക്കെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഭയങ്കര ശുഷ്കാന്തിയായിരുന്നു അർജുനുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത കൊടുക്കാൻ. ആദ്യത്തെ 3-4 ദിവസം കൊടുത്തു, അല്ലെങ്കിൽ 9 ദിവസം കൊടുത്തു എന്ന് തോന്നുന്നു. അതിനുശേഷമാണ് വയനാട് ദുരന്തം ഉണ്ടാകുന്നത്. എല്ലാവരും അങ്ങോട്ട് പോയി. മനാഫൊക്കെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ പുറത്തേക്ക് വരുന്നത്. ഇത് ആൾക്കാർ അറിയണ്ടേ? ഇത് പുറത്തുനിന്നുള്ള സപ്പോർട്ട് വേണ്ടേ? അപ്പോൾ ഞാനൊരു കാരണവശാലും ഈ മനാഫ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനൊന്നും ഞാൻ തെറ്റായി പറയത്തില്ല. ഇത് വെറുതെ കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ആയി യൂട്യൂബ് ചാനൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബഹളം വെക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ മനാഫും അല്ലെങ്കിൽ ഈ അർജുന്റെ ഫാമിലിയും ജസ്റ്റ് ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ സംസാരിച്ചാൽ തീരാനുള്ള പ്രശ്നം മാത്രമേ ഉള്ളായിരുന്നു. അതിനപ്പുറത്തേക്ക് ഇതൊക്കെ എത്തിച്ചത് വെറും കുത്തിത്തിരിപ്പായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിന്റെ പ്രശ്നമുള്ളായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് വന്നിട്ട് ഭയങ്കര മുതലെടുപ്പാണ് നടത്തിയത്. അർജുന്റെ കള്ളത്തടിയാണ് ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത്, സ്വർണ്ണമായിരുന്നു, ഇൻഷുറൻസ് കെട്ടാനാണ്. ഈ ലോറിക്ക് എത്ര രൂപയുണ്ടായിരുന്നു നമ്മൾ ആലോചിക്കും. മനാഫിന്റെ ഫാമിലിയിലുള്ള ഒരു ലോറിയാണ് ആ വെള്ളത്തിൽ പോയത്. ആ ലോറിക്ക് എത്ര ലക്ഷം രൂപയുടെ ലോറിയാണ്. അപ്പോഴാണ് നമ്മൾ വന്നിരുന്നിട്ട് യൂട്യൂബ് ചാനലിനെ പറ്റിയൊക്കെ പറഞ്ഞത്. എത്ര ലക്ഷം രൂപയുടെ ലോറിയാണ് മനാഫിന്റെ വെള്ളത്തിൽ പോയത്. ആ വെള്ളത്തിൽ പോയ ലോറിയുടെ ഉടമസ്ഥനാണ് അവിടെ വന്ന് നിന്നത്. എനിക്കിപ്പോഴും ചോദിക്കാൻ പറ്റുന്നത് എന്ത്, വേറെ ലോറികൾ ഉണ്ടായിരുന്നല്ലോ അവിടെയൊക്കെ, നമ്മൾ കണ്ടല്ലേ? വേറെ ലോറികളൊക്കെ വെള്ളത്തിൽ പോയിട്ടുണ്ടായിരുന്നു. എത്ര ലോറി ഉടമകളുണ്ടായിരുന്നു? വേണമെന്നുണ്ടെങ്കിൽ മനാഫിനോ ആ ഫാമിലിക്കോ തിരിഞ്ഞു നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ അങ്ങ് നടക്കും എന്നുള്ള രീതിയിൽ മാറി നിന്നാൽ പോരായിരുന്നു. എന്ത് സംഭവിക്കാനായിരുന്നു? അപ്പം ഞാൻ പറയാം, 1 മിനിറ്റ് എങ്കിലും ആ മനുഷ്യൻ അവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അയാളെ അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. മതത്തിന്റെ പേരിൽ അയാളെ തള്ളി പറയുകയല്ല ചെയ്യേണ്ടത്. ആ ലോറി കിട്ടിയില്ലായിരുന്നെങ്കിൽ അയാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിന് മുമ്പേ തുടങ്ങിയായിരുന്നു ഇവിടെ കുറേ ആൾക്കാർ വർഗീയ വിദ്വേഷം. മനാഫിന്റെ ലോറി കള്ളത്തടിയും ആ പേര് വെച്ചുകൊണ്ടാണ്. കള്ളത്തടിയാണ്, സ്മഗ്ലിംഗ് ആണ്, അതാണ് എന്ന്, സ്വർണ്ണക്കടത്താണ്, അങ്ങനെ പലതരത്തിലുള്ള വീഡിയോ ഇടാൻ തുടങ്ങി. അപ്പം ഇപ്പോഴും ആ ലോറി കിട്ടിയില്ലായിരുന്നെങ്കിൽ പുള്ളിക്കാരൻ കള്ളക്കടത്തുകാരനായി. ലോറി കിട്ടിക്കഴിഞ്ഞപ്പോൾ മനാഫ് നടത്തിയ ഒരു പ്രതികരണമുണ്ട്. അയാൾ കരയുന്നുണ്ട്. ആ കരച്ചിൽ ആത്മാർത്ഥത ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2, ഈ അർജുന്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് ഞാൻ അവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ ഓരോ ഇമോഷൻ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അവരുമായി ബന്ധപ്പെട്ട് നെഗറ്റീവ് ഞാൻ ഇതുവരെയൊന്നും പറയത്തില്ല, ഇനിയും പറയാൻ പോകുന്നില്ല. കാരണം ഒരു മരണം നടന്ന വീടാണ്. അവർക്കുണ്ടായ അവസ്ഥ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് ഞാൻ അവരെ കുറ്റം പറയാനോ വലിച്ചഴിക്കാനോ ഒന്നും വരുന്നില്ല. ഇതിന് ശേഷം നടന്നത് ഒരു വലിയ യുദ്ധത്തിലേക്ക് മാറി എന്നുള്ളതാണ്. ഇപ്പോൾ സംഘപരിവാർ എന്നുള്ള രീതിയിൽ ഒരു പക്ഷവും, ഇപ്പം മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെ അതിതീവ്രമായ രീതിയിലൊരു പക്ഷമുണ്ട്. ഒരു SDPI അല്ലെങ്കിൽ PFI പോലുള്ള പക്ഷം.
ഇവരും തമ്മിലുള്ള വാറായിട്ട് ഇത് മാറി എന്നുള്ളതാണ് സത്യം. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇപ്പോഴും പറയാം, ഞാൻ മനാഫിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരാളാണ്. ഞാൻ മനാഫിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് മതം നോക്കിയിട്ടല്ല. അയാൾ ചെയ്ത ഒരു കാര്യം കൃത്യമായ രീതിയിൽ നമ്മൾ വീഡിയോ കണ്ടതാണ്. സംസാരിക്കാനായാലും അയാൾ അവിടെ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു നേരമെങ്കിലും അർജുന് വേണ്ടി അയാൾ ആ സ്പോട്ടിൽ വന്ന് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു വ്യക്തി തന്നെയാണ് മനാഫ്. അതിനപ്പുറത്തേക്ക് ആ മനുഷ്യനെ ഒരു മുസ്ലിമാണ് എന്നുള്ള പേരിൽ തള്ളിക്കളയേണ്ട ഒരു കാര്യമില്ല. അല്ലെങ്കിൽ വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ച് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് തമ്മിൽ തല്ലേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ മനാഫിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും മുസ്ലിങ്ങളൊന്നും അല്ല. ഹിന്ദുക്കളായാലും ക്രിസ്ത്യൻസ് ആയാലും മുസ്ലിംസ് ആയാലും മതമില്ലാത്തവരായാലും എല്ലാവരും മനാഫിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കണം. ഇവിടെ വിദ്വേഷമില്ലാത്ത ആൾക്കാർ ജീവിച്ചിരിപ്പുണ്ട്. അർജുൻ്റെ ഫാമിലിക്കെതിരെയും ഭയങ്കരമായ രീതിയിൽ സൈബർ ആക്രമണം നടന്നുണ്ട്. ഇന്നലെ മനാഫ് പറയുന്നുണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. ഒരു മരണം നടന്ന ഫാമിലിയാണ്. ആ പെൺകുട്ടി ആയാലും അവരുടെ കുടുംബത്തെ ആയാലും ആ കുടുംബത്തിലൊരു കുട്ടിയുണ്ട്, അവർക്കൊരു ലൈഫുണ്ട്, ഫ്യൂച്ചറുണ്ട്. നമ്മൾ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കുമ്പം തീർച്ചയായിട്ടും നമ്മൾ രണ്ട് പക്ഷവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മനാഫിനൊരു ഫാമിലി ഉണ്ട്, ഈ അർജുനൊരു ഫാമിലി ഉണ്ട്. ഈ അർജുനെ സ്നേഹിച്ചവർ രണ്ട് പക്ഷത്തേക്ക് പെട്ടെന്ന് മാറുകയും രണ്ട് പക്ഷത്തേക്കും കല്ലെടുത്തെറിയുന്നതും കാണുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ തുടക്കം കുറിച്ചത് ഇതുപോലുള്ള സംഘപര അനുകൂല യൂട്യൂബ് ചാനലുകളാണ്. തീർച്ചയായിട്ടും വർഗീയ വിദ്വേഷം ഒരു വാരി എറിയുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഒരു നമ്മളെ ന്യൂട്ടൻ്റെ തേർഡ് ലോ പറയുന്ന പോലെ ഓപ്പോസിറ്റ് റിയാക്ഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു വലിയ റിയാക്ഷനാണ് നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ തീർച്ചയായിട്ടും പറയാം, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അർജുനുമായി ബന്ധപ്പെട്ട് 3 വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ 3 വീഡിയോയിലും പറഞ്ഞത് ഞാൻ മനാഫ് എന്ന് പറയുന്ന വ്യക്തിയെ ബഹുമാനിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഫാമിലിയുടെ ഇമോഷനെ റെസ്പെക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ രണ്ടു പക്ഷവും പിടിക്കാതെ മാറി നിൽക്കുക എന്ന ഒരു നിലപാടാണ് ഞാൻ സ്വീകരിച്ചത്. രണ്ടു പക്ഷവും പിടിക്കാതെ മാറി നിൽക്കുക. കുറച്ച് ദിവസം കഴിയുമ്പം അർജുൻ്റെ ഫാമിലിയും മനാഫും കൂടെ ഒന്നിരുന്ന് നല്ലൊരു ചായയും കുടിച്ച് സംസാരിച്ചാൽ തീരാനുള്ള പ്രശ്നമുള്ളായിരുന്നു. ഇവിടെ ഇത് കുത്തിത്തിരിപ്പുണ്ടാക്കി, ബഹളം ഉണ്ടാക്കി, അലമ്പാക്കി, ആ ഫാമിലിയെ മുഴുവൻ കരിവാരി തേച്ചു, ബഹളം ഉണ്ടാക്കി. ഇതിൻ്റെ എല്ലാം ആദ്യ കാരണം എന്ന് പറയുന്നത് ഇവരെ പോലുള്ള ആൾക്കാരാണ്.